നാം മാത്രം മഹത്വപ്പെടുക്കണം. അല്പസമയം കർത്താവേ ദൈവത്തിന് മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. തിരുമേശുണ്ടല്ലോ പ്രാഗൽഭ്യത്തോടെ ഞങ്ങളെ തന്നെ ശോധന ചെയ്ത് ഞങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ചതിന്റെ ഭാഗമാക്കാവുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. തിരുനാമം മാത്രം മഹത്വപ്പെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമല്ലോ. രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരാളവന നമ്മളോട് കേട്ടു കഴിഞ്ഞല്ലോ. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജനത്തെ പരിപാലിക്കുന്ന, കരുതുന്ന, ശക്തി പകരുന്ന, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവം. ഹല്ലേലൂയ. നാം അത് ചിന്തിച്ചിട്ടുള്ളതാണ് അല്ലേ? യഹോവയായ ദൈവം ക്ഷീണിച്ചു പോകുന്നില്ല. ഹല്ലേലൂയ. അവന് വാർദ്ധക്യം സംഭവിക്കുന്നില്ല, അവൻ ക്ഷീണിച്ചു പോകുന്നില്ല, അവൻ മടുത്തു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ക്ഷീണിക്കുന്നവർക്ക് ശക്തി പകരുന്ന ദൈവമാണ്. ഇന്ന് രാത്രി നമുക്ക് ആ വചനത്തിൽ വിശ്വസിക്കാം. തിരുവേശുശ്രൂഷയുള്ള ബന്ധത്തിലാണല്ലോ നാം ദൈവം ഇന്ന് രാത്രി കേൾക്കുവാൻ പോകുന്നത്. യേശു കർത്താവിന്റെ തിരുമൊഴികളെ കുറിച്ചാണ് കഴിഞ്ഞ 7 മാസമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 6 തിരുമൊഴികൾ ഹല്ലേലൂയ 6 മാസമായി നാം കേട്ടുകൊണ്ടിരുന്നു. കേട്ടായിരുന്നോ? ശ്രദ്ധിച്ചായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. 7ാം മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. തിരുമൊഴികളുടെ ചിന്തയോടുള്ള ബന്ധത്തിൽ 7ാമത്തെ തിരുമൊഴിയിലേക്ക് 7ാം മാസത്തിൽ നാം പ്രവേശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യമാണ് അവസാനമായി യേശു കർത്താവ് ഹല്ലേലൂയ ക്രൂശിന്മേൽ ഹല്ലേലൂയ തിരുമൊഴിയായി സംസാരിച്ച പദം. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തിലുണ്ട്. യേശു അത്യുച്ചത്തിൽ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. യേശു അവസാനമായി മരണത്തിന് മുമ്പ്, പ്രാണനെ വിടുന്നതിന് മുമ്പ് പറഞ്ഞ ശബ്ദമാണ് ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. 6ാം മൊഴി നിവൃത്തിയായി എന്നുള്ള പദമായിരുന്നു. 7ാം മൊഴി എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്നുള്ള പദമാണ്. 7 എന്ന സംഖ്യ ദൈവത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലയ്ക്ക് മുമ്പ് 7 പ്രാവശ്യം ഫലിക്കണമെന്ന് ലേവ്യ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിതാവായ ദൈവം തന്നെ സകല സൃഷ്ടിയും നിവർത്തിച്ചതിന് ശേഷം, മനുഷ്യനെയും സൃഷ്ടിച്ചതിന് ശേഷം 7ാം ദിവസത്തിൽ അവൻ സ്വസ്ഥനായിരുന്നു, വിശ്രമിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. 7ന് വളരെയധികം പ്രാധാന്യം ദൈവത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾക്ക് 7നെ കുറിച്ച്? ഇന്നലെ നാം കേട്ടായിരുന്നു 7 അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എലിയാവ് എത്ര തവണ പ്രാർത്ഥിച്ചു? മഴയ്ക്കായിട്ട് എത്ര തവണ പ്രാർത്ഥിച്ചു? 7ാമത്തെ പ്രാവശ്യം തന്റെ ബാല്യക്കാരനെ അയച്ച് ഹല്ലേലൂയ ആകാശത്തിൽ ഒരു സൈൻ മേഘം കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതിനായി അയക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എലീശ പ്രവാചകൻ യോർദാൻ നദിയിൽ നയമാനോട് എത്ര പ്രാവശ്യമാണ് കുളിക്കുവാൻ പറഞ്ഞത്, മുങ്ങുവാൻ പറഞ്ഞത്? 7 പ്രാവശ്യം മുങ്ങുവാൻ പറഞ്ഞത്. അങ്ങനെ 7 പല നിലകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവിന്റെ തിരുമൊഴിയിൽ അവസാനത്തിൽ 7ാമത്തെ മൊഴി ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ നിവർത്തീകരിച്ച് ദൈവ പദ്ധതികൾ നമ്മിൽ കൂടി വെളിപ്പെടുത്തിയതിനു ശേഷം ഹല്ലേലൂയ പിതാവിന്റെ പക്കലേക്ക് നമ്മുടെ ആത്മാവിനെ കൊടുക്കുക എന്നുള്ളതിന്റെ ഹല്ലേലൂയ ഒരു ഉദാഹരണം, ഒരു മാതൃകയാണ് യേശു കർത്താവ് ഹല്ലേലൂയ ക്രൂശിൽ ചെയ്തിട്ട് പോയത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. പഴയ നിയമശക്തന്മാർക്ക് മരിക്കുമ്പോൾ നമ്മൾ ഒരാളുടെ മരണം കഴിഞ്ഞ മാസം ചിന്തിച്ചായിരുന്നല്ലേ, കിടക്കയിലേക്ക് തന്റെ കാലെടുത്ത് വെച്ച് ഇസ്രായേൽ ജനത്തെ മുഴുവൻ അനുഗ്രഹിച്ച് ഗോത്രമായി വിളിച്ച് അനുഗ്രഹിച്ചതിന് ശേഷം തന്റെ കിടക്കയിലേക്ക് കാലെടുത്ത് വെച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്ന ഒരുവൻ ആരാണ്? യാക്കോബ്. തന്റെ പിതാക്കന്മാരോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു മരണം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഞാൻ ഈ ന്യൂസ് ശ്രദ്ധിക്കുമ്പോൾ 2 മരണങ്ങളെ കുറിച്ച് കാണുവാനിടയായി തീർന്നു. ഒഡീഷയിൽ ശുശ്രൂഷിക്കുന്ന രാജേഷ് പാസ്റ്ററിന്റെ മകൻ ഒഡീഷയിൽ നിന്ന് അദ്ദേഹം കടന്നു വന്ന് ആലപ്പുഴ ഒരു ഭാഗത്ത് അദ്ദേഹം ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ, അവർ മീൻ പിടിക്കാൻ പോയതാണ്. വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് വള്ളം മറിയുകയും അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന 2 കൂട്ടുകാർക്ക് നീന്തൽ അറിയാവുന്നത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. എന്നാൽ ഈ സഹോദരൻ നീന്തൽ അറിയാത്തത് കൊണ്ട് പെട്ടെന്ന് മരണത്തിലേക്ക് വഴുതി വീഴുവാനിടയായി തീർന്നു. മറ്റൊരു ന്യൂസ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് വായിച്ചു. അതിങ്ങനെയാണ്, ഒരു സ്ത്രീ തന്റെ ഭാര്യ ഭർത്താവാണ്, അവർ ഒരുമിച്ച് വഴിയിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് പണി നടക്കുകയാണ്. ബിൽഡിംഗ് പണി നടക്കുന്നതിന്റെ സ്ഥലത്താണ് ആ ബസ് സ്റ്റോപ്പ്. അവിടെ അദ്ദേഹം ആ ഭാര്യയുമായി നിൽക്കുന്ന സമയത്ത് ആ ബിൽഡിംഗിന്റെ ടോപ്പിൽ അവരുടെ പണിക്കാർ ഷീറ്റ്
ഒരു ഇഷ്ടിക വെച്ചിരുന്നു. ഇപ്പൊ നമുക്കറിയാമല്ലോ, നല്ല കാറ്റ് മഴയും ഒക്കെയുള്ള സമയമാണ്. ശക്തമായ കാറ്റടിച്ചിട്ട് ഈ ഷീറ്റിന്റെ മുകളിൽ വരുന്ന ഇഷ്ടിക ഈ സഹോദരിയുടെ ബസ് കാത്തുന്ന സഹോദരിയുടെ തലയിലേക്ക് വീഴുകയും ആ നിമിഷം മരിക്കുവാനിടയായി തീരുകയും ചെയ്യും. നോക്കണമേ, മരണം എങ്ങനെ വരുന്നു നമുക്കറിയത്തില്ല. മരണം എപ്പോൾ വരുമെന്നും എങ്ങനെ വരുമെന്നും എങ്ങനെ സംഭവിക്കും നമുക്കറിയത്തില്ല. പക്ഷെ മരണം സുനിശ്ചിതമാണ്. എന്നാൽ മരണത്തിന് മുമ്പ് ദൈവത്താൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവപ്രവർത്തികൾ നിവർത്തീകരിച്ചതിന് ശേഷം നമ്മുടെ ആത്മാവിനെ തൃക്കൈയിൽ ഫലമേൽപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഭക്തന്റെ യഥാർത്ഥ മരണം. യാക്കോബിന് അത് സംഭവിക്കുന്നത് കാണാൻ കഴിയും, അബ്രഹാമിന് അത് സംഭവിക്കുന്നത് കാണാൻ കഴിയും. വിശുദ്ധന്മാർ, പഴയ പുരുഷന്മാരൊക്കെ മരണത്തെ അവർ വെൽക്കം ചെയ്യുകയായിരുന്നു. മരണം കൊണ്ട് അവർ അവസാനിക്കുകയല്ല, മരണം കൊണ്ട് നിത്യജീവന തുടക്കം ഉണ്ടാകുന്നത് കൊണ്ട് മരണത്തിലും പിതാവിന്റെ തൃക്കൈയിലേക്ക് തന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 59-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ചെയ്ത അതേ പ്രവൃത്തി സ്തെഫാനോസ് ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊരു മാതൃകയായി കർത്താവ് വെച്ചു പോയതാണ്. തൃക്കൈയിലേക്ക് പിതാവിന്റെ പക്കലേക്ക് നമ്മുടെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചതിന് ശേഷം ഒരു മരണസമയം നമ്മെ സമീപിക്കുന്നെങ്കിൽ ആ മരണത്തിന് മുമ്പ് തൃപ്തിയോടെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിച്ചത് ചെയ്തു വെച്ചതിന് ശേഷം സംതൃപ്തിയോടെ പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊടുത്ത് ഒരു പുതിയ സ്ഥലത്തേക്ക് മുത്തുഗോപുരങ്ങളുള്ള സ്വർണ്ണ തെരുവീതികളുള്ള ഒരു സ്ഥലത്തേക്ക് നാം പറന്നു പോകുന്നു. അതാ മരണം. നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ മരിക്കുമ്പോൾ നമുക്ക് ആ വേർപാടിന്റെ ദുഃഖം ഉണ്ടാകുമെങ്കിലും അവർക്ക് ഫാമിലി അടുക്കലേക്ക് പോകുന്നതിനുള്ളൊരു പ്രത്യാശ നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണല്ലോ. 59-ാമത്തെ വാക്യത്തിൽ സ്തെഫാനോസ് എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയും അവനെ കല്ലെറിഞ്ഞു. സ്തെഫാനോസ് കല്ലേറ് കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കല്ലേറ് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന അതിൽ ചെറിയ പീസ് കല്ലുകളല്ല, വലിയ പീസ് കല്ലുകൾ യഹൂദന്മാർ അവന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവനൊരു കാഴ്ച കാണുകയാണ്. പിതാവിന്റെ വലതുഭാഗത്ത് പുത്രനായിരിക്കുന്നവൻ യേശു കർത്താവിനെ സ്വീകരിപ്പാൻ സ്വർഗ്ഗം തുറന്നിരിക്കുന്നതും പിതാവിന്റെ വലതുഭാഗത്ത് അവനെ സ്വീകരിപ്പാൻ കർത്താവ് നിൽക്കുന്നതുമായ ഒരു കാഴ്ച സ്തെഫാനോസ് കണ്ടിട്ട് പറയുകയാണ്, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഇനി ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ച എന്താ, എങ്ങനെ മരിച്ചാൽ എന്താ, അത് കല്ലേറ് കൊണ്ടിട്ടോ എങ്ങനെ മരിച്ചാലും സ്തെഫാനോസിന് വിഷയമല്ല. കാരണം സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ച കാണുക, അവനെ സ്വീകരിപ്പാൻ വേണ്ടി പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് പുത്രനായ ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുകയാ. സ്വർഗം തുറക്കപ്പെടുകയാണ്. സ്വർഗം തുറന്നതിനെ കുറിച്ച് കഴിഞ്ഞ ഏതോ ഒരാഴ്ചയിൽ സാധ്യത പറഞ്ഞില്ലേ? സ്വർഗം തുറക്കുക അസാധാരണമായ സംഭവമാണ്. യേശു കർത്താവ് സ്നാനപ്പെട്ടതിന് ശേഷം കയറി ഉടനെ സ്വർഗം തുറന്നു. സ്വർഗം തുറന്ന് പ്രാവുന്ന രൂപത്തിൽ പരിശുദ്ധാത്മ ഇറങ്ങി വന്നു. ഇവിടെ സ്തെഫാനോസിന് വേണ്ടി സ്വർഗം തുറക്കുകയാണ്. നമ്മെ റിസീവ് ചെയ്യുവാൻ, നമ്മുടെ മരണസമയത്ത് നമ്മെ റിസീവ് ചെയ്യുവാൻ നമ്മുടെ ആത്മാവിനെ തൃക്കൈയിലേക്ക് ഫലമേൽപ്പിക്കുമ്പോൾ സംതൃപ്തിയോടെ പിതാവിന്റെ ഭാഗത്തേക്ക്, അവരുടെ ഭാഗത്തേക്ക്, പുത്രന്റെ അടുത്തേക്ക് പോകുവാൻ നാം തയ്യാറായിരിക്കണമെന്നുള്ള ഒരു ദൂതുകൂടെയാണ് യേശു കർത്താവിന്റെ മരണത്തിൽ കൂടെ കർത്താവ് കൈമാറുന്നത്. സംഖ്യാപുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബിലയാമെന്നാണ് ആ പ്രവാചകന്റെ പേര്. ദൈവത്തിന് വേണ്ടി സംസാരിച്ചൊരു മനുഷ്യനാണ്. ബാലാക്കുമായി കൂട്ടുകൂടി ഇസ്രായേൽ ജനത്തെ ശമിക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറെടുക്കുന്നു. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ എന്നാൽ ദൈവങ്ങളോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ അവരൊരു പദം പറയുന്നുണ്ട്. 8-ാം വാക്യത്തിൽ, ദൈവം ശമിക്കാത്തവരെ ഞാൻ എങ്ങനെ ശമിക്കും? യഹോവ പ്രാകാത്തവരെ ഞാൻ എങ്ങനെ പ്രാകും? ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് പറഞ്ഞിട്ട് ദൈവം നിന്നെ മാനിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എത്ര പേര് ശമിച്ചാലും, എത്ര പേര് എഴുന്നേറ്റാലും, ഏത് പിശാച് പ്രവർത്തിച്ചാലും അതിന് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല.
നാം കേട്ടതാണല്ലോ. കട്ടിലിന്മേൽ കാലെടുത്ത് വെച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്നതുപോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു മരണം യാക്കോബ് മരിച്ചതുപോലെ, ഇസ്മായേൽ മരിച്ചതുപോലെ എനിക്കും മരിക്കണം, എന്റെ അവസാനം അങ്ങനെ ആയിരിക്കണമെന്ന് പ്രവചനാത്മാവിൽ സംസാരിച്ച ബെന്യാമീനെ കാണാൻ കഴിയുന്നുണ്ട്. സംഖ്യാപുസ്തകം 31-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചാൽ യഹോവ 7-8 വാക്യം യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ വാളുകൊണ്ട് കൊന്നു. ഹല്ലേലൂയ. കിടക്കമേൽ കാലെടുത്ത് വെച്ച് പിതാക്കന്മാരെ പോലെ മരിപ്പാൻ ആഗ്രഹിച്ചവൻ ദൈവകൃപ വിട്ടുപോയപ്പോൾ മരിച്ചത് വാളുകൊണ്ട് അവൻ കൊല്ലപ്പെടുകയായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മൊഴിയിലേക്ക് തിരിഞ്ഞു വരാം. ഹല്ലേലൂയ. അധിക ചിന്തകൾക്ക് ധ്യാനിപ്പാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. മർക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യേശുവിനോട് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ്കൊണ്ട് തെറ്റിപ്പോകുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം വരെ അടക്ക പുനരുത്ഥാനം ഉൾപ്പെടെയുള്ള സകലതും പ്രവാചകന്മാരാൽ അഭിഷിക്തന്മാരാൽ പ്രവചിക്കപ്പെട്ടിരുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ട് തിരുവെഴുത്തുകളിലും സങ്കീർത്തനങ്ങളിലും പഴയ നിയമ പ്രവാചക പുസ്തകങ്ങളിലും എന്നെ കുറിച്ച് കൽപ്പിച്ചിരിക്കുന്നു എന്ന് എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അതിവിടെ മർക്കോസ് സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഒരു സമവാക്യം അല്ലെങ്കിൽ ഒരു ക്ലൂ കർത്താവ് നൽകുകയാണ്. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ട് തെറ്റിപ്പോകുന്നു. അപ്പോൾ തിരുവെഴുത്തുകൾ അറിഞ്ഞാൽ, ദൈവശക്തി തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, തെറ്റിപ്പോകാതിരിക്കാൻ പറ്റുന്നതേ. ഒരു മനുഷ്യൻ തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ, ഒരു മനുഷ്യൻ പാപത്തിൽ വീഴാതിരിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്താൽ മതി? തിരുവെഴുത്തുകളെ കുറിച്ചും ദൈവശക്തിയെ കുറിച്ചും അറിയുക. അതുകൊണ്ട് യേശു തന്റെ ജീവിതത്തിൽ ആകമാനം തിരുവെഴുത്തുകളെ തന്നെ കുറിച്ച് എഴുതപ്പെട്ടതിനെ കുറിച്ച് അറിഞ്ഞിരുന്നു. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ പറയുന്നുണ്ട്, ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഇരിക്കേണ്ടവരല്ലയോ? തിരുവെഴുത്തുകൾ തന്നെ കുറിച്ച് എഴുതപ്പെട്ട പലതും തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കണം കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ചാൽ, നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്റെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. തിരുവെഴുത്തിൻ പ്രകാരമാണ് കർത്താവ് മരിച്ചത്, തിരുവെഴുത്തിൻ പ്രകാരമാണ് കർത്താവ് ജീവിച്ചത്, തിരുവെഴുത്തിൻ പ്രകാരമാണ് അവൻ ജനിച്ചത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, യേശു കർത്താവ് തിരുവെഴുത്തുകളെ അറിഞ്ഞിരുന്നത് പോലെ പഴയ നിയമ പ്രവാചകന്മാർ അവനെ കുറിച്ച് സംസാരിച്ചതും സങ്കീർത്തനത്തിൽ അവനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നതും അവൻ തിരിച്ചറിഞ്ഞിരുന്നത് പോലെ തിമോഥെയോസേ, നീ പഠിച്ചത് നീ മറന്നു പോകരുത്, ബാല്യം മുതൽ നീ അറിഞ്ഞത് മറന്നു പോകരുത്, നീ നിശ്ചയം പ്രാപിച്ച് അതിൽ ഇരിക്കുക, അതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് യേശു തികഞ്ഞവനായി മാറിയതുപോലെ യേശുവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ തന്റെ മരണം വരെ തികഞ്ഞവനായിരുന്നത് പോലെ, തിരുവെഴുത്തുകളെ കുറിച്ച് അവന് ജ്ഞാനമുണ്ടായിരുന്നത് പോലെ, ഈ ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ തിരുവെഴുത്തുകളെ കുറിച്ചുള്ള ജ്ഞാനം, തിരുവെഴുത്തുകളെ കുറിച്ചുള്ള അറിവ്, അത് പഠിക്കുമ്പോൾ, അതിൽ നിശ്ചയം പ്രാപിക്കുമ്പോൾ, അതിൽ നിലനിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏത് മനുഷ്യനും തികഞ്ഞവരാകുവാൻ കഴിയും. എല്ലാ തിരുവെഴുത്തും ദൈവത്തിന്റെ ശ്വാസത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്. എന്തിനു വേണ്ടി? 17-ാം വാക്യം, ഉപദേശത്തിലും ശാസനത്തിലും ഗുണീകരണത്തിലും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അപ്പോൾ തിരുവെഴുത്തിൻ പ്രകാരമാണ് കർത്താവ് ജീവിച്ചു മരിച്ചടക്കപ്പെട്ടത്, തൃക്കൈയിൽ തന്റെ ആത്മാവിനെ ഫലമേൽപ്പിച്ചത്. അതുകൊണ്ട് ദൈവസഭ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തിരുവെഴുത്ത് പഠിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും നമ്മളെ ശാസിക്കുന്നതിനും ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ
ഹല്ലേലൂയ. ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പിലും ഹല്ലേലൂയ സമയം കളയാതെ തിരുവെഴുത്ത് ധ്യാനിക്കണമെന്ന് കരവേറ്റി ദൈവത്തെ ശ്രദ്ധിച്ചാൽ ഹല്ലേലൂയ. നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ കൂട്ടി കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടത്തുള്ളൂ. നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ വ്യക്തമാക്കി കളയാതെ ഹല്ലേലൂയ തിരുവെഴുത്ത് പഠിക്കുന്നവരായി, അതിൽ നിശ്ചയം പ്രാപിക്കുന്നവരായി, അതിൽ നിലനിൽക്കുന്നവരായി തീരുക. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്ക് കേറി പറഞ്ഞതേ ഉള്ളൂ. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് വന്ന് തിരുമേശയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യേശു കുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ പദം വളരെ ശ്രദ്ധിക്കുക. നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. കുളിച്ച വീഞ്ഞ് വാങ്ങി കുടിച്ച ശേഷമാണ് കർത്താവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ബോധമില്ലാതെ മരണത്തിലേക്ക് കർത്താവ് നീക്കപ്പെടുകയല്ലായിരുന്നു. പകരം ബോധത്തോടെ കുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം തല ചരിഞ്ഞു പോയെന്നല്ല എഴുതിയിരിക്കുന്നത്, തല അറിഞ്ഞുകൊണ്ട് ചായ്ച്ച് ആത്മാവിനെ പിതാവിന്റെ പക്കൽ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ യേശു മരിച്ചതിനെ കുറിച്ച് യേശു അറിയാതെ മരിക്കുകയല്ലായിരുന്നു. ഹല്ലേലൂയ. പീഡനങ്ങൾ നിമിത്തം, കഷ്ടതകൾ നിമിത്തം യേശുവിന്റെ ശരീരത്തിൽ മരണം അവൻ അറിയാതെ സുബോധമില്ലാത്തവനായി മരിക്കുകയല്ലായിരുന്നു. സുബോധത്തോടുകൂടെ മരണത്തെ ഏൽപ്പിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കി സുബോധത്തോടെ കുടിച്ച വീഞ്ഞ് കുടിച്ച ശേഷം തല ചായ്ച്ച് ആത്മാവിനെ പിതാവിന്റെ മക്കൾ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മരണം ഒരു ആഘോഷമാക്കി യഹൂദന്മാരും പരീശന്മാരും അവനെ ക്രൂശിക്കാൻ നിലവിളിച്ചു പറഞ്ഞ് യേശുവിന്റെ മരണം ഒരു ആഘോഷമാക്കി മാറ്റിയപ്പോൾ ഹല്ലേലൂയ പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള സംഘം അവന്റെ മരണത്തിൽ സന്തോഷിച്ചപ്പോൾ അതിലുപരിയായി നസറേയനായ യേശുവിനെ ക്രൂശിപ്പാൻ ഹല്ലേലൂയ പൈശാചിക ശക്തികൾ ആഗ്രഹിച്ചപ്പോൾ ഹല്ലേലൂയ യേശു ഇവിടെ ഹല്ലേലൂയ മരണത്തിന് ഹല്ലേലൂയ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. സത്താൻ അവനെ തകർക്കുകയായിരുന്നില്ല, അവൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ യോഹന്നാൻ സുവിശേഷം പഠിക്കുമ്പോൾ യേശു കർത്താവിന്റെ ശിഷ്യന്മാരോട് വിശദീകരിക്കുന്ന ഭാഗം കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ചിന്തിച്ച് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ പല ഭാഗങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും ഹല്ലേലൂയ ഇന്ന് ഈ ഭാഗം വായിച്ചപ്പോഴാണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് അത് ക്ലിക്കായി വന്നത്. കർത്താവ് പറഞ്ഞൊരു പദം എത്ര ശക്തിയുള്ളൊരു പദമാണെന്ന്. ഹല്ലേലൂയ. 10-ാം അധ്യായത്തിന്റെ 17-ന് മുമ്പിലുള്ള വാക്യങ്ങളിൽ ആളുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്ന കർത്താവിനെ കുറിച്ച്, ഇടയനെ കുറിച്ചൊക്കെ സംസാരിച്ചിങ്ങനെ വരുമ്പോൾ 17-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ശ്രദ്ധിച്ചേ, എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് യഹൂദന്മാർ യേശുവിനെ ക്രൂശിച്ചെന്ന് കരുതി അങ്ങനെ ആഘോഷിക്കേണ്ട കാര്യമില്ല. പിശാചും അവന്റെ സൈന്യവും ആഘോഷിക്കേണ്ട കാര്യമില്ല. ഈ ദൈവം എന്താ ചെയ്തത്? അവൻ അതിനെ കൊടുത്തതാ. ഹല്ലേലൂയ. മാനവ ജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ജീവനെ ദൈവം മറുവിലയായി കൊടുക്കുകയായിരുന്നു. എന്നാൽ അവിടെ ഒരു പദം എഴുതിയിരിക്കുന്നു, വീണ്ടും പ്രാപിപ്പാൻ അവന് കഴിയും. കേട്ടിട്ട് സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. വീണ്ടും പ്രാപിക്കേണ്ടതിന് എനിക്ക് കഴിയുമെന്ന് അറിഞ്ഞിട്ടാണ് തല ചായ്ച്ച് ആത്മാവിനെ പിതാവിന്റെ മക്കളെ ഏൽപ്പിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്റെ കർത്താവിന് ആ മരണം ഒരു നിസ്സാരമായിരുന്നില്ലേ? ഹല്ലേലൂയ. അവന് വീണ്ടും പ്രാപിക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പ് എന്റെ കർത്താവിനുണ്ടായിരുന്നില്ലേ? കാരണം അവൻ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. ഹല്ലേലൂയ. തത്വത്തിന്റെ മുദ്രയാണ്. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനാണ്. പിതാവിനോടുള്ള സമത്വമുള്ളവനാണ്. തൃത്വത്തിൽ മൂന്നാമനാണ്, തൃത്വത്തിൽ രണ്ടാമനാണ്. അവനാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അവന് വീണ്ടും പ്രാപിപ്പാൻ കഴിയും. മാനവജാതിക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാൻ പിതാവിന്റെ ഇഷ്ടപ്രകാരം ഏൽപ്പിക്കാൻ കഴിയുന്നത് പോലെ തിരിച്ചവനെ പ്രാപിപ്പാൻ കഴിയുമെന്ന്. 11-ാമത്തെ വാക്യം കുറച്ചുകൂടെ ക്ലിയർ വായിച്ചു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. പിശാചേ, ഹല്ലേലൂയ. കർത്താവിനെ ക്രൂശിച്ചെന്ന് കരുതി
മരണത്തിലേക്ക് ജനത്തിൽ വെളിപ്പെട്ട ഇമ്മാനുവേലായ ക്രിസ്തുവിന് തന്നെ തന്നെ മരണത്തിലേക്ക് കൊടുക്കാൻ അവന് അധികാരമുണ്ട്. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. വീണ്ടും പ്രാപിപ്പാൻ അധികാരമുണ്ട്. സന്തോഷമുണ്ട്. ഹല്ലേലൂയ. മരണത്തിലേക്ക് തലചായ്ച്ചുകൊണ്ട് പിതാവിന്റെ പക്കലേക്ക് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ എനിക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. മൂന്നാം ദിവസം കല്ലറയെ തകർത്ത് റോമൻ മുദ്രയെ പൊളിച്ച് പടയാളികളെ ചിതറിപ്പിച്ച് തിരികെ പ്രാപിപ്പാൻ എനിക്ക് അധികാരമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ജനത്തിൽ അവൻ വെളിപ്പെട്ടവന്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്ത് തകർത്ത് കളയുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് അവന്റെ ശരീരം മുഴുവൻ ചാലുകൾ പോലെ മുറിക്കപ്പെട്ടത് ഒറ്റ പദ്ധതിക്ക് വേണ്ടിയാണ്. പിതാവിന്റെ ഇഷ്ടം നിവർത്തീകരിക്കുവാൻ താൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഒരേ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ഇന്ന് നീ നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന സകല ലോകത്തിന്റെ ശക്തികളെയും പരാജയപ്പെടുത്താൻ വേണ്ടി അവൻ ഉഴവുകാരപ്പോൾ അവന്റെ അടിപ്പിടലുകളാൽ അവർക്ക് സൗഖ്യമുണ്ട്. നമ്മുടെ സൗഖ്യത്തിനകത്താണ് ഇറങ്ങി വന്നത്. നമ്മുടെ വീണ്ടെടുപ്പിനകത്താണ് ഇറങ്ങി വന്നത്. മാനവജാതിയുടെ വീണ്ടെടുപ്പിനാണ് തന്റെ ജഡത്തെ അവൻ മറുവിലയായി കൊടുത്തത്. കൊടുപ്പാനും വീണ്ടും പ്രാപിപ്പാനും അവന് അധികാരമുണ്ട്. എന്തിനാണ് കർത്താവ് ചെയ്തത് ഈ കൽപ്പന? Praise God. Hallelujah. തൃത്വത്തിൽ ഒരുവനായിരിക്കുന്ന സർവശക്തനായ പിതാവിൽ നിന്നും പുത്രനായവനിലേക്ക് ഒരു കൽപ്പന പുറപ്പെട്ടതുകൊണ്ടാണ് അവൻ താൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ട് അവനെ പറയുന്നത് ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ഒരു കൽപ്പന കൽപ്പിച്ച് തന്റെ പുത്രനെ ഹല്ലേലൂയ ലോകത്തിലേക്ക് അയക്കുകയായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി അവനത് ചെയ്തു. എന്നാൽ നമ്മുടെ പുത്രൻ ഹല്ലേലൂയ പുത്രനായ ക്രിസ്തു അവൻ മരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനും അവന്റെ ശരീരത്തെ വീണ്ടും പ്രാപിപ്പാനും അവന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാനും മൂന്നാം ദിവസം യോന കടലാനയുടെ വയറ്റിൽ ഇരുന്നതുപോലെ 3 രാവും 3 പകലും ഇരുന്നിട്ട് ഉയർത്തെഴുന്നേൽപ്പാൻ കഴിയും എന്നവൻ തെളിയിച്ചു. ഹല്ലേലൂയ. കടലാനയ്ക്ക് യോനയെ വയറ്റിൽ 3 ദിവസത്തിനകം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അത് അവരെ നിനവയിൽ ഛർദ്ദിച്ചു കളഞ്ഞതുപോലെ സർവശക്തനായ ദൈവത്തിന് ദ്രവത്വം അവരെ പിടിച്ചു വെക്കുവാൻ കഴിയില്ല. മരണത്തിന് അവരെ പിടിച്ചു വെക്കാൻ കഴിയില്ല. എത്രവർക്ക് ഇതിനകത്ത് വിശ്വാസമുണ്ട്? കടലാനയ്ക്ക് ഹല്ലേലൂയ യോനയെ മത്സ്യത്തിന് വയറ്റിൽ 3 ദിവസത്തിനപ്പുറത്തേക്ക് പിടിച്ചു വെക്കാൻ കഴിയാതെ ഛർദ്ദിച്ചു കളഞ്ഞതുപോലെ സർവശക്തനായ കർത്താവിനെ മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാതെ, ദ്രവത്വത്തിന് പിടിച്ചു വെക്കാൻ കഴിയാതെ, അസ്യത്വത്തിന് പിടിച്ചു വെക്കാൻ കഴിയാതെ, പാതാളത്തിന് പിടിച്ചു വെക്കാൻ കഴിയാതെ യോനയെ ഛർദ്ദിച്ചു കളഞ്ഞതുപോലെ ഹല്ലേലൂയ മരണത്തിൽ നിന്ന് അവൻ തിരികെ എഴുന്നേൽക്കുവാൻ. Praise the Lord. പിതാവിന്റെ കൽപ്പന പ്രകാരം പുത്രനെ അവനയക്കുകയായിരുന്നു. തിരികെ പ്രാപിപ്പാൻ അവന് അധികാരമുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ നീ ഹല്ലേലൂയ ഈ ദൂത് നിന്റെ ജീവിതത്തിൽ കൂടെ ഏറ്റെടുത്തു. ഒരു കഷ്ടതയിൽ കൂടെ ഒരു പ്രതിസന്ധിയിൽ കൂടാണോ ഇന്ന് രാത്രി നീ കടന്നു പോകുന്നത്? ഹല്ലേലൂയ. നിന്നെ വീണ്ടെടുപ്പാൻ തന്റെ മരണത്തിൽ നിന്ന് അവനെ പുറത്തെടുക്കാൻ അവൻ അധികാരമുള്ളതുപോലെ ഇന്ന് രാത്രി നിന്റെ പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ അവൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുവാൻ ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ശ്രദ്ധിക്കുക. ഈ ശുശ്രൂഷ അതായത് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക, പിതാവിന്റെ പക്കലേക്ക് തൃക്കൈയിലേക്ക് ആത്മാവിനെ ഫലമേൽപ്പിക്കുക, തിരികെ പ്രാപിക്കുക, വീണ്ടും പ്രാപിക്കുക. ഈ ശുശ്രൂഷ കർത്താവിന് മാത്രമാണോ? അല്ലേ അല്ല. കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളായ സകലർക്കും ഈ ശുശ്രൂഷ ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഹല്ലേലൂയ വചനം എഴുതി വെച്ചിരിക്കുന്നത്. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ
ഒന്ന് സമർപ്പിച്ചാട്ടെ. തിരുമേശ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗം. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ ദൈവത്തോട് സമത്വമുള്ള തത്വത്തിൽ ഒരുവനായിരുന്നവന് ഒരിക്കലും ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ല. എഫ്രൈം മലനാട്ടിലെ ഒരു സാധാരണ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിപ്പിക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ മാനവജാതിയുടെ വിടുതലിന് വേണ്ടി അവരുടെ പാപപരിഹാരത്തിന് അവർക്ക് വേണ്ടി യാഗമായി തീരുവാൻ വേണ്ടി ഒരുവൻ സ്വർഗത്തിന്റെ സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ സ്വർഗത്തിലെ ആരാധന വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. രൂപഗുണമില്ലാത്തവനായവൻ തീർന്നു, കോമളത്വമില്ലാത്തവനായവൻ മാറി. സർവാംഗ സുന്ദരനായിരുന്നവൻ. ഹല്ലേലൂയ. 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനായിരുന്നവൻ. ഹല്ലേലൂയ. അവൻ രൂപഗുണമില്ലാത്തവനായി അവൻ അടിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, തുപ്പപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു. അവന്റെ പ്രാണനെ അകൃത്യയാഗമായി പിതാവിന്റെ പക്കൽ അവനെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. ദൈവത്തിനോട് സമർപ്പിക്കുമോ? കണ്ടാൽ ആളറിയാത്തതുപോലെ അവന്റെ മുഖം വിരൂപമായിട്ട് ഒറ്റ പദ്ധതിക്ക് വേണ്ടിയാണ് കർത്താവ് ഇറങ്ങി വന്നത്. അവൻ മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നത് പോലെ മരണത്തിൽ നിന്ന് തിരികെ കയറുവാൻ കഴിയുമെന്ന് കർത്താവിന് അറിയാവുന്നതുപോലും അതുപോലെ തന്നെ അവനെ വിശ്വസിക്കുന്ന മൃതന്മാർ മരിക്കുകയില്ലെന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്. നാം മരണത്തിൽ അവസാനിക്കുകയില്ല. മരണത്തിൽ ഒരു പുതുവഴി നമുക്ക് ലഭിക്കേണ്ടതിന് തൃക്കൈയിൽ അവൻ പിതാവിന്റെ തൃക്കൈയിൽ അവനെ മരണത്തിനായി ഏൽപ്പിക്കുകയായിരുന്നു. അവൻ കണ്ടാൽ ആളറിയാത്തവനായിട്ട് ഉടവുചാൽ പോലെ അവന്റെ ശരീരം കീറി മുറിക്കപ്പെട്ടു. മരുഭൂമലയിൽ സൂര്യനെ പോലെ തേജസ്സോടെ വിളങ്ങിയ മുഖം ഹല്ലേലൂയ വിരൂപമാക്കപ്പെട്ടു. വസ്ത്രത്തിന്റെ വിളമ്പുകളിൽ വരെയും അലക്കുവാൻ കഴിയാത്ത രീതിയിൽ ഹല്ലേലൂയ തിളക്കമുള്ളവനായ അവന്റെ വസ്ത്രം മാറി. പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ രൂപം മാറി. ഏലിയാവും മോശയും അവന് വേണ്ടി ഇറങ്ങി വന്നു. തേജസ്സിൽ ജീവിച്ചവൻ, തത്വത്തിന്റെ മുദ്രയായിരുന്നവൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി വിരൂപമാക്കപ്പെട്ടു. ചോരയാൽ നിറഞ്ഞ് ഒഴുകി. അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ഒഴുകി. വിലാപ്പുറത്തെ കുത്തി തുളയ്ക്കുവാൻ സമ്മതിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനമായി തലചായ്ച്ചത് പിതാവിന്റെ പക്കൽ തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു. കർത്താവിനെ ധ്യാനിക്കുന്നു. നിനക്ക് വേണ്ടിയാണ് അവനത് ശ്രദ്ധിച്ചത്. പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും തന്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ അവന്റെ ശരീരത്തെ ദേഹമെന്ന തിരശ്ശീല കീറുന്നത് പോലെ അവന്റെ ശരീരത്തെ അവൻ കീറി മുറിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. കണ്ടാൽ ആളറിയാത്തതുപോലെ നമ്മുടെ കുറവുകളെ, ബലഹീനതകളെ, പരാജയങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിച്ചാണ്. ചിന്തകളിൽ, നോട്ടങ്ങളിൽ, ഇടപെടലുകളിൽ, ഭാവങ്ങളിൽ, കൊടുക്കൽ വാങ്ങലിൽ വന്നുപോയ വീഴ്ചകൾ കഴിഞ്ഞൊരു മാസമായി കഴിഞ്ഞ പ്രവേശിയെടുത്ത മുതൽ ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളെന്ന് ചിന്തിച്ചാട്ട്, വീഴ്ചകളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാട്ട് തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ തിരുമേശയുടെ പങ്കാളികളാകുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ലല്ലോ. ഹല്ലേലൂയ. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. കണ്ടാലോ ആളറിയുകില്ല, കണ്ടാലോ മുഖശോഭയില്ല,
നിറഞ്ഞൊഴുകിയിടുന്നു. കണ്ടാലോ ആളറിയുകില്ല. ഊഴമുച്ചാൽ പോലുരിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു.